കുട്ടികളെ നോക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇഷ്ടംപോലെ മാർക്ക് വാങ്ങിയ കുട്ടികളിൽ പകുതിയിലധികം പേർക്കും ഇതുവരെ +2 അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഏതാണ്ട് 25,000 കുട്ടികൾ മലബാറിൽ ഇനിയും സീറ്റ് കിട്ടാതെ പുറത്താകും എന്നുള്ള ദുഃഖകരമായൊരവസ്ഥയിലാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഗ്ലോബൽ KMCCയും മുനിസിപ്പൽ MSF കമ്മിറ്റിയും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ടോപ്പേഴ്സ് മീറ്റ് 2025 എന്ന പേരിൽ ബാദ്ഷാ ഹാജി സ്മാരക കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ടോപ്പേഴ്സ് മീറ്റ് 2025 എന്ന പേരിൽ പെരിന്തൽമണ്ണ ബാദ്ഷാ ഹാജി സ്മാരക കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഗ്ലോബൽ KMCCയും മുനിസിപ്പൽ MSF കമ്മിറ്റിയും സംയുക്തമായി ആദരിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ 50ഓളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള മലപ്പുറം ജില്ലയിൽ 25,000ഓളം വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് സീറ്റ് ലഭിക്കാനാകാതെ പുറത്തു നിൽക്കുന്നത്. ഉയർന്ന മാർക്കോടെ വിജയിച്ചിട്ടും വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ആകുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കോഴ്സുകളും കോളേജുകളും കേരളത്തിൽ ഒരുക്കാൻ സർക്കാരിനാകുന്നില്ലെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും AK മുസ്തഫ പറഞ്ഞു. കുട്ടികളെ നോക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇഷ്ടംപോലെ മാർക്ക് വാങ്ങിയ കുട്ടികളിൽ പകുതിയിലധികം പേർക്കും ഇതുവരെ +2 അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഏതാണ്ട് 25,000 കുട്ടികൾ മലബാറിൽ ഇനിയും സീറ്റ് കിട്ടാതെ പുറത്താകും എന്നുള്ള ദുഃഖകരമായൊരവസ്ഥയിലാണ് ഈ കുട്ടികളെ ഇന്ന് അനുമോദന ചടങ്ങിൻ്റെ പേരിൽ അഭിസംബോധന ചെയ്തത്. അവരോട് പഠിക്കാൻ പറഞ്ഞു, അവർ പഠിച്ചു. നന്നായി മാർക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞു, നന്നായി മാർക്ക് വാങ്ങി. പക്ഷേ അവരാഗ്രഹിക്കുന്ന കോഴ്സിന് അവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ 11ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. പുതിയ കോളേജില്ല, പുതിയ കോഴ്സില്ല, പുതിയ സംവിധാനങ്ങളില്ല, പുതിയ കാലക്രമത്തിനനുസരിച്ചുള്ള കോഴ്സുകളൊന്നും തുടങ്ങാത്ത ഒരു കേരളീയ സമൂഹത്തിൽ ഈ മക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തു പറയും എന്നുള്ളതാണ്. ഇവിടെ ഏതാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കപ്പെടേണ്ട വിഷയം എന്നത് സംബന്ധിച്ച് ഭരണകൂടത്തിന് യാതൊരു നിശ്ചയവുമില്ല. ഇവിടെ കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല. കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ 6 വയസ്സുകാരിയെ പുലി പിടിച്ചു കൊണ്ടുപോയി. പുലിയെയാണോ നോക്കേണ്ടത്, ആ കുട്ടിയെയാണോ നോക്കേണ്ടത്? ക്ഷുദ്രജീവികളെയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടി വരുന്നു എന്നൊരു ഗവൺമെൻറ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ലഘൂകരിക്കാനും അവിടെ മനുഷ്യൻ്റെ മക്കൾക്കും സംരക്ഷണം കൊടുക്കേണ്ടുന്നതിന് പകരം ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ മുട്ടാപ്പോക്ക് നയം പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചടങ്ങിൽ MSF ഹരിത സ്റ്റേറ്റ് ജനറൽ കൺവീനർ TP ഫിദ മുഖ്യപ്രഭാഷണം നടത്തി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഗ്ലോബൽ KMCC പ്രസിഡന്റ് റഷീദ് കിഴിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി MSF പ്രസിഡന്റ് ഹുദൈഫ്, പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പച്ചേരി നാസർ, ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ്, ഗ്ലോബൽ KMCC രക്ഷാധികാരി അലി പറോത്തൊടി, MSF മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം ആദിൽ ഇടുവമ്മൽ, MSF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഫാസിൽ, നിസ മാസ്റ്റർ, ആദിൽ കുന്നപ്പള്ളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.